അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ചെറിയൊരു വാഴത്തോട്ടമാണ്. അപ്പോൾ ഞാൻ വിശാഖപട്ടണം വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 7-8 കൊല്ലം കഴിഞ്ഞ്. അപ്പോൾ ആ സമയം മുതലേ ഉള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് വാഴയില. ഓണം വിഷുവൊക്കെ വരുമ്പോൾ നമുക്ക് സദ്യ ഉണ്ടാക്കാൻ വാഴയില കിട്ടൂല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം ക്ലിയർ ചെയ്യാനാണ് ആദ്യമായിട്ട് ഈ വാഴക്കൃഷി തുടങ്ങിയത്. പിന്നെ നമുക്ക് വാഴക്കൊലയൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റായി. ഇപ്പോൾ അത്യാവശ്യം ഒരു 10-20 വാഴകൾ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തായിട്ട് ഉണ്ട്. പിന്നെ അല്ലറ ചില്ലറ ചെറിയ ചേന, ചേമ്പ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ആകെ 3 വേരിയൻ്റ് ആണ്, 3 അല്ല 4 എണ്ണം ഉണ്ട് ഇവിടെ മൊത്തത്തിൽ. ഞാണിപ്പൂവുണ്ട്, നമ്മുടെ റെഡ് ചെങ്കദളിപ്പഴം ഉണ്ട്, പിന്നെ അതേപോലെ റോബസ്റ്റ് ഉണ്ട്, പിന്നെ നമ്മളെ നേന്ത്ര. മൊത്തത്തിൽ അങ്ങനെ 4 വേരിയൻ്റാണ് ഉള്ളത്. അപ്പോൾ ഇത് നമ്മളെ റോബസ്റ്റ് ആണ്. റോബസ്റ്റ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് നമ്മുടെ ഞാണിപ്പൂവനാണ്. വളർച്ചയൊക്കെ വളരെ കുറവാണ്. നമ്മൾ അത്രയ്ക്ക് വളവും കാര്യങ്ങളൊന്നും ഇടില്ല. സിമ്പിളായിട്ടുള്ള വളങ്ങളാണ് ഇടൽ. ആകെ 2 വളം ആയതുകൊണ്ട് നമുക്ക് വീട്ടുപരിസരത്ത് നമ്മൾ വളർത്തുന്നതുകൊണ്ട് അങ്ങനെ നമുക്ക് ഹെവി ആയിട്ട് പറ്റില്ല. നമുക്ക് വെയിൽ വളരെ കുറവാണ്. നമ്മുടെ മൊത്തം മരങ്ങളായിട്ട് കവർ ചെയ്തതിനോട് നമുക്ക് വെയിൽ തീരെ കുറവാണ്. അപ്പോൾ അതിൻ്റെ വളർച്ചയെ കാണുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇനി ഒരു കൊല്ലമൊക്കെ ആകുമ്പോഴേക്കും സാധാരണ ഒരു കൊല്ലം കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ പൂക്കുക. പക്ഷേ ഇവിടെ വെയിൽ കുറവായതുകൊണ്ട് ഇത് ഒരു കൊല്ലം മാറി ചിലപ്പോൾ 2 കൊല്ലമൊക്കെ ആവും. പിന്നെ നമ്മുടെ ചെങ്കദളി ഒന്ന് കുലച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 1.5 കൊല്ലറ്റായി. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വെയിൽ കിട്ടാത്തതുകൊണ്ട് നമ്മുടെ കൊല നല്ലൊരു അത്യാവശ്യം ഒരു 5-6 പടലൊക്കെ ഉണ്ട്. നമ്മളെ കൊല അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. ഇതിനൊക്കെ നമ്മൾ നനാന്ന് പറയുന്നത്, നമ്മൾ ഇതേപോലെ ഒരു പൈപ്പ് ഇട്ട് വെച്ചിരിക്കുകയാണ്. നമ്മുടെ വാഴകൾക്കൊക്കെ പൈപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെയും നമുക്ക് ഒരു ഞാണിപ്പൂവനാണ്. ഞാണിപ്പൂവൻ ഉണ്ടായിട്ടിപ്പോൾ കുറച്ച് കാലമായി. ഇപ്പോൾ ഈ ഞാണിപ്പൂവിലൊരു 2 കൊല നമുക്ക് വെട്ടാനായിട്ട് കിടക്കുന്നുണ്ട്. 2 കൊല അവിടെ കിടക്കുന്നുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം വളർന്നുണ്ട്. നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കില്ല, സാധാരണ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം എന്നാണ്. ഇപ്പോൾ വളർന്ന് കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ നേന്ത്രനതാ ഉഷാറായിട്ടുണ്ട്. ഇതിൻ്റെ കൊല നമ്മൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇത് വെട്ടിയിട്ടില്ല, എനിക്ക് ഹൈറ്റ് എത്താത്തതുകൊണ്ട് പൊട്ടിക്കാതെ വെച്ചതാണ്. കൂടെ തന്നെ നമുക്കിവിടെ തൊട്ടടുത്ത് തന്നെ വേറൊരു നേന്ത്രനും ഉണ്ട്. അത് കൊലച്ചിട്ടേ ഉള്ളൂ, കൊല വന്നിട്ടേ ഉള്ളൂ, വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. നല്ലൊരു കൊലയാണ്. ഇത് കിൻഡൽ വാഴ എന്ന് പറഞ്ഞിട്ട് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ്. അത്യാവശ്യം നല്ല, ഇതിന് മുമ്പ് ഉണ്ടായിരുന്നത് ഇതിൻ്റെ ഒരു തൈയായിരുന്നു. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് വെട്ടിയതിന് ശേഷം സെപ്പറേറ്റ് ചെയ്ത തൈകളാണ് അതൊക്കെ. ആദ്യത്തെ കൊല നല്ല ഉഷാറായിരുന്നു. ഇതും അത്യാവശ്യം കണ്ടിട്ട് ഉഷാറാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെയും നമുക്കൊരു ചെറിയൊരു വാഴത്തോട്ടമുണ്ട്. പിന്നെ നമ്മളൊരു വാഴ ശരിയായി വരുന്നുള്ളൂ. ഇത് നമ്മുടെ നേന്ത്രനാവാനാണ് ചാൻസ്. ഇത് സെറ്റപ്പായിട്ട് വരുന്നുള്ളൂ. നമുക്ക് ഓരോ സമയങ്ങളിലും നല്ല നല്ല കൊല കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ സൈസിലാണ് നമ്മൾ കൊണ്ട് നടുന്നത്. ഇതിൻ്റെ തൈയും നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. ഈ വാഴ കൊല വെട്ടിയതിന് ശേഷം വേണം നമുക്കിതൊന്ന് സെപ്പറേറ്റ് ചെയ്യാൻ. പക്ഷേ ഇത് ഞാനൊന്ന് അതേപടി വെച്ചതാണ്. കാരണം നമുക്കിവിടുത്തെ വളമൊക്കെ കുറച്ച് മോശമായതുകൊണ്ട് നമ്മൾ എല്ലാ വാഴയും സെപ്പറേറ്റ് ചെയ്യാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിവിടെ മൊത്തം പൈപ്പ് വെച്ച് നനയ്ക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ പൈപ്പ് വെച്ച് നനയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയും നമുക്കൊരു ചെറിയൊരു കൊല വന്നിട്ടുണ്ട്. അതേപോലെ ഇത് കൊലച്ചിട്ടില്ല, കൊല വരുന്നുള്ളൂ. വേറൊരു വാഴ എന്ന് പറയുന്നത് നമുക്ക് ഇതാ കൊല ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയിട്ടുള്ളൂ, വിരിഞ്ഞ് വന്നില്ല. ഇതൊക്കെ കുറച്ച് വളം മോശമായതുകൊണ്ട്, വളം അങ്ങനെ ടൈമിന് ഇടാത്തതുകൊണ്ട് വലിയ വളർച്ചയൊന്നുമില്ല, വളർച്ച കുറവാണ്. എന്നാലും നമുക്ക് വീട്ടാവശ്യത്തിനുള്ള ഉപയോഗം പറ്റും. ഇവിടെ നമുക്കൊരു ഞാണിപ്പൂവനൂടി ഉണ്ട്.
വാഴേൻ്റെ ഇടയിൽ നമ്മൾ മുളകും തൈ ഇങ്ങനെ നട്ട് വളർത്തിയിട്ടുണ്ട്. അത് അത്ര നമുക്ക് അങ്ങനെ മുളക് ഉണ്ടാവുന്നില്ലെങ്കിലും ജസ്റ്റ് ഉണ്ടായി വരുന്നുള്ളൂ. ഓരോന്നോരോന്ന് ഉണ്ടായി നശിച്ചു പോകുന്നുള്ളൂ. അപ്പോൾ ഈ വാഴേൻ്റെ വളമൊക്കെ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കമൻ്റ് ഇട്ടാൽ ഞാൻ ഈ വാഴേൻ്റെയൊക്കെ വളപ്രയോഗമൊക്കെ പറഞ്ഞുതരാം. അല്ലാതെ വെറുതെ വീഡിയോ നീട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ വാഴത്തോട്ടം കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു വാഴത്തോട്ടം. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.